children, welcome to my channel LK Star Max class. In the SSLC first chapter, page number 25 fifth question ആണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേയുള്ള എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഫിഫ്ത്ത് വണ്ണാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സി പ്രൂവ് ദാറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദി ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസസ് 4, 7, 10 ബിലോങ് ടു ദ സീക്വൻസ്. കണ്ടോ എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താ തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദി ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. ഏതാ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ്? 4, 7, 10 അല്ലേ? സോ അതിൻ്റെ സ്ക്വയേഴ്സ് എല്ലാം തന്നെ ഇത് 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4 4s are 16. ദെൻ 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 7 7s are 49. 10ൻ്റെ സ്ക്വയർ 10 × 10 100. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എല്ലാം തന്നെ ഈ ഒരു സീക്വൻസിൽ 4, 7, 10 അങ്ങനെ പോകുന്നത് അതിനകത്ത് ഇതിൻ്റെ സ്ക്വയേഴ്സ് എല്ലാം വരും എന്ന് പ്രൂവ് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കത് ചെയ്യാം. അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഫിഫ്ത്താണ്. പേജ് എത്രയാണ്? 25 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ടെക്സ്റ്റിൽ നിന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കത് ചെയ്യാം. ഫിഫ്ത്ത് വണ്ണിൽ നമുക്ക് തന്നിട്ടുള്ള പ്രോഗ്രഷൻസ് അരിത്മെറ്റിക് സീക്വൻസ് എന്തൊക്കെയാണ്? 4, 7, 10 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്തായിരിക്കും? 4 × 4 16, 7 × 7 49 അതൊക്കെ ആയിരിക്കും വരേണ്ടത്. അപ്പോൾ നമ്മൾക്കിവിടെ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെടുക്കുക? xn ഈക്വൽ ടു നമ്മുടെ ആൾജിബ്രിക്കിൻ്റെ എക്സ്പ്രഷൻ എല്ലാവർക്കും അറിയാമല്ലോ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇക്വേഷനൊക്കെ an + b എന്നാണ്. ഇതിൽ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം a എന്താണ്? a എന്ന് പറയുന്നത് ഡിഫറൻസ് തന്നെയാണ് അല്ലേ. b എന്ന് പറയുന്നത് എന്താണ്? f - du ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് അവനോട് എഴുതാം a എന്ന് പറയുന്നതും d എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈക്വൽ ആണ്. സോ എയും ഡിയും നമ്മൾ എങ്ങനെ കണ്ടെത്തേണ്ടത്? ഇതാണ് സെക്കൻഡ് ടേം, ഇതാണ് ഫസ്റ്റ് ടേം. സോ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണല്ലോ. സോ 7 - 4 ഈക്വൽ ടു വാട്ട്? 3. അപ്പോൾ നമുക്കിവിടെ എയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്കതൊന്ന് എഴുതി വെക്കാം. എയുടെ അവിടെ എന്തെഴുതാം? 3 ഇതിൻ്റെ കൂടെ n. ഇനി നമുക്ക് ബീനെ കണ്ടുപിടിക്കണ്ടേ? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? f - d ആണല്ലേ. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ആരാ? ദേ കിടക്കുന്ന 4 ആണ്. ഓക്കെ ആണല്ലോ. സോ 4 - d എന്ന് പറയുന്നത് ഇതുമാണ് അല്ലേ, 3 ആണ്. അപ്പോൾ 4 - 3 ഈക്വൽ ടു 1 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ആ 1 എഴുതിക്കൂടെ? അപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടിയത്? ഇവിടെ xn ഈക്വൽ ടു 3n + 1 എന്നുള്ള ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളോടുള്ള ക്വസ്റ്റ്യൻ ഇത് മാത്രം കണ്ടെത്താനാണോ? അല്ല അല്ലേ. ഇതിൻ്റെ സ്ക്വയേഴ്സ് വരണോ ഇല്ലയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എഴുതിയതിൻ്റെ മീനിങ് ഒന്ന് നോക്കിയേ. കണ്ടോ? xn ഈക്വൽ ടു 3n + 1 എന്നാണ് ഇതിൻ്റെ. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കട്ടെ. xn ഈക്വൽ ടു 3n + 1. ഇതിൻ്റെ മീനിങ് എന്താ? 3n എന്ന് പറഞ്ഞാൽ 3 × n എന്നാണല്ലോ. സോ xn എങ്ങനെയായിരിക്കണം? 3ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്തായിരിക്കണം എന്നാണ് ഇതിൻ്റെ മീനിങ്. കണ്ടോ? 3 × n. അപ്പം n ഏത് നമ്പർ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? 3ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ ഒപ്പം 1 ആഡ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ മീനിങ് ആയിട്ട് വരിക അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് എഴുതാണ്. xn എന്ന് പറയുന്നത് എന്താണ്? എ മൾട്ടിപ്പിൾ ഓഫ്, കണ്ടോ? എ മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? 3 ആണ്. അതിൻ്റെ കൂടെ എന്തും കൂടി ചേർക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്? +1 എന്നും കൂടി ചേർക്കണം നമുക്കല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെയാക്കി നമുക്ക് എടുക്കണം. അതാണ് ഇതിൻ്റെ മീനിങ്. പക്ഷേ നമ്മൾക്ക് എന്താ പറയുന്നത്? ഇതിൻ്റെ സ്ക്വയർ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ xn ഈക്വൽ ടു 3n + 1 എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ഇതിൻ്റെ സ്ക്വയർ നമുക്കൊന്ന് നോക്കിയെടുക്കാം. ഓക്കെ ആണല്ലോ. സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെയും സ്ക്വയർ ഇടാം, ഇവിടെയും സ്ക്വയർ ഇടാം. അപ്പോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് നോക്കിയത് ഏത് ഐഡൻറ്റിറ്റിയുടെ ഫോമുല നമുക്ക് കിട്ടിയിരിക്കുന്നത്? നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ, a+b² ഇതിൻ്റെ ആൻസർ എന്ത് വരും? a² + 2 × a × b. സോ 2ab + b². കണ്ടോ? ഇതായിരിക്കും ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ a എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ b എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ a² എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുത്ത് എഴുതാം? ഇവിടെ 3n² എന്ന് എഴുതാം. + 2ab എന്ന് പറയുമ്പോൾ 2 × a ആരാ? ഇവിടെ 3n ആണ്. × b ആരാണ്? 1 ആണ്. + b² എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇവിടെ 1² എന്ന് വരും. ക്ലിയർ ആയില്ലേ ഇത്രയും കാര്യങ്ങൾ? ഇനി നോക്കിയേ, ഇവിടെ എന്താ വരിക? 3 3s are 9n² + 2 3s are 6 × 1 6n. അപ്പോൾ 6n കിട്ടി. പിന്നെ എന്ത് കിട്ടി? നമുക്കിവിടെ ഒരു 1 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഈ ഫസ്റ്റ് ടേം ഉണ്ടല്ലോ, നമുക്കിതിനെല്ലാം ഒന്ന് 3യിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യണം. സോ ഈ ഫസ്റ്റ് ടേം ഉണ്ടല്ലോ, ഈ 4 എന്ന് പറയുന്നത്, ആ 4നെ നമുക്ക് ഇതിൽ നിന്നൊന്ന് സബ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതാണ് ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനൊന്നും കൂടെ എടുത്ത് എഴുതുകയാണ്. 9n² + 6n
+1 ആ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 4നെ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് 9n² + 6n. ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4ൻ്റെ മുന്നിൽ മൈനസ് ആണുള്ളത്. സോ നമുക്കിവിടെ മൈനസേ കിട്ടുള്ളൂ. -3 എന്നുള്ളത് ആൻസറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. ഇനി നോക്കിയേ, ഇതെല്ലാം 3യിൽ പോകുന്നില്ലേ? കണ്ടോ? ഇതിനെല്ലാം നമുക്ക് എന്തുകൊണ്ടാണ്? ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 3. ഓക്കെ, അതിവിടെ എഴുതാം കേട്ടോ. ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 3. നമുക്കത് ചെയ്യാൻ പോകുന്നത് നോക്കിയേ. ഉണ്ടോ? 9n² / 3 + 6n/3 -3/3. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഈ 3യും 3യും കട്ടായി പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവിടെ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? n² കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടും? സോറി, എന്താണ് 3 ഇതിലായിട്ട് 9ൽ എത്ര ടൈംസാണ് പോകണേ? 3 ടൈംസ് അല്ലേ? സോ 3 3s are 9. സോ 3n² ആണ് നമുക്കിവിടെ കിട്ടിയത് കേട്ടോ. ഇനിയോ 3 ഇതിൽ എത്ര ടൈംസ് പോയി? 2. സോ +2n എന്ന് കിട്ടി. ഇനിയോ ഇതും കട്ടായി പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതേ മൈനസ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഇതിനെയെല്ലാം 3യുടെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് ഇതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്തു? 3 വെച്ച് കട്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ സാധിച്ചു. കണ്ടോ? ഇതിനെ നമ്മൾ ഇങ്ങനെയാക്കി എടുത്തെങ്കിലും നമുക്ക് ഇതിനെല്ലാം 3 കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ പ്രകാരം, ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുകയെന്ന് നോക്കിയാൽ, പ്രൂവ് ദാറ്റ് ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾ ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ബിലോങ്സ് ടു സീക്വൻസ്. സോ നമ്മളിവിടെ ഈ 3 കൊണ്ട് എല്ലാത്തിനെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പറയാം എന്താണെന്ന്, ഇതെല്ലാം ഈ സ്ക്വയേഴ്സും ഈ ഒരു സീക്വൻസിൽ ബിലോങ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിതെല്ലാം 3യിൽ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിപ്പോയി നമുക്ക് ഇങ്ങനെ ഒരു ആൻസറും കിട്ടി. സോ നമുക്കിവിടെ എഴുതാം ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് കട്ടായി പോയാൽ മാത്രമാണ്, 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയാൽ മാത്രമാണ് ഇതിൻ്റെ ഈ പറയുന്ന 4 7 10ൻ്റെ സ്ക്വയർ ഈ പറയുന്ന സീക്വൻസിൽ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാകുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് എളുപ്പമല്ലേ? അപ്പോൾ നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഈ പേജ് നമ്പർ 25-ലെ ലാസ്റ്റ് 7th ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് നോക്കാം. നോക്കിയേ, റൈറ്റ് ദ ഓൾ നമ്പേഴ്സ് ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് 11/8, 14/8, 17/8. ഡു ദേ ഫോം ആൻ അരിത്മെറ്റിക് സീക്വൻസ്? കണ്ടോ? ഓൾ നമ്പേഴ്സ് ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസസ് ആണ്. ഇതിൻ്റെ ഓൾ നമ്പേഴ്സ് എഴുതാൻ. ഓൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പോൾ 11/8 ഇതാണ് നമ്മുടെ സീക്വൻസ്. 14/8, 17/8 പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ഫോം ചെയ്യോ ഇല്ലെന്നാണ് നമ്മളോടുള്ള എന്താ പറഞ്ഞിട്ടുള്ളത്. നമുക്കത് ചെയ്യാം. 7th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ലാസ്റ്റ് വണ്ണാണ് 7th ക്വസ്റ്റ്യൻ. പേജ് 25 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ആദ്യം എടുത്ത് എഴുതാം. 11/8, 14/8, then 17/8 കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെയും നമുക്ക് എന്ത് തന്നെ എടുത്തെഴുതാം? നമ്മുടെ ഫോർമുല ഏതാണ്? നമ്മുടെ ഫോർമുല xn = an + b. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എടുത്തെഴുതാം? എ എടുത്തെഴുതാം അല്ലേ? എ എന്ന് പറയുന്നത് ഡി ആണ്, അറിയാലോ. അപ്പോൾ എയും ഡിയും ഒന്ന് തന്നെയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇതാണ് നമ്മുടെ പ്രോസസ്സിൻ്റെ കേട്ടോ. അപ്പോൾ എന്താണ്? 14/8 - 11/18. അപ്പോൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 3/8 ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ എ നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ബി കണ്ടെത്തണം. ബിയുടെ ഫോർമുല എന്താണ്? f - t, ഫസ്റ്റ് ടേം മൈനസ് ഡിഫറൻസ്. സോ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആരാണ്? 11 - 8. ഇനി /8. ഇനി ഇതെന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3/8. കണ്ടോ? അപ്പോൾ 11 ചെയ്ത് ഇനി ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഓക്കെ. സി 11 ചെയ്ത് 3 റെഡ്യൂസ് ചെയ്ത് എത്ര കിട്ടി? 8. ഇവിടെ /8. സോ ഇതും കട്ടായി പോയി. ബാക്കി എത്ര കിട്ടി? നമുക്ക് 1 കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എയുടെ സ്ഥാനം എത്രയാണ്? 3/8 ആണ് നമുക്ക് കിട്ടിയത്. അവിടെ നമുക്ക് എന്തെഴുതാം? ഇവിടെ x എന്നത് എഴുതിയിട്ട് എ കിട്ടിയത് എത്രയാണ്? 3/8 ആണ്. സോ ഇവിടെ 3/8 എന്നത് എഴുതുക. പ്ലസ് ബി എത്ര കിട്ടിയത്? 1 കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുക?
നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാതെ ഇത്. പക്ഷേ നമുക്ക് ഹോൾ നമ്പർ ആയിട്ടുള്ള ഒരു സീക്വൻസ് വരുമോ ഇല്ലയോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഹോൾ നമ്പർ സീക്വൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിനെ മാത്രം ഒന്ന് എടുത്ത് എഴുതിട്ട് കേട്ടോ. അത് 3/8n+1 ഇത് എന്താവണമെന്നാണ് പറഞ്ഞാൽ ഇതൊരു ഹോൾ നമ്പർ ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഫ്രാക്ഷൻ്റെ രൂപത്തിലാണ്. അത് ഇത് നോക്കിയേ, ഈ 1 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹോൾ നമ്പർ അല്ലേ. ഈ ഹോൾ നമ്പേഴ്സ് എന്താണെന്ന് അറിയാലോ അല്ലേ. അത് 0, 1, 2, 3, 4 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിനാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1, 2, ഈ 0 ഇല്ല, 1, 2, 3, 4 എന്ന് പറയുന്നതായിരിക്കും. 0 ഒഴിച്ച് ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ എന്ത് പറയും, നാച്ചുറൽ നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പേഴ്സ് പറയും. ഇവിടെ എന്താണ്, ഇതിൽ ഈ 1 ഈ ഒരു പാർട്ട് എന്താണ്, ഹോൾ നമ്പർ ആവണം. പക്ഷേ 1 ഹോൾ നമ്പർ ആണ്. ഇത് ഹോൾ നമ്പർ ആണോ, അല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമുക്കത് ഹോൾ നമ്പർ ആകാൻ പറ്റില്ല എന്നത് നോക്കാം. പക്ഷേ ഇവിടെ നമുക്ക് എടുക്കേണ്ടത് നോക്കിയാൽ ഡിനോമിനേറ്റർ 8 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്തായിരിക്കും വേണ്ടത്, മൾട്ടിപ്പിൾസ് ഓഫ് 8 ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ. മൾട്ടിപ്പിൾസ് ഓഫ് 8 എടുക്കുക. എന്താണ് മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ, അത് 8, 1 × 8 8, 8 2s are 16, പിന്നെ 8 3s are 24, 8 4s are 32. ഇങ്ങനെ പോകുന്നതാണ് മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 8ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്താണ് 8 ഇട്ട് കൊടുത്ത് നോക്കാം. ഈ 8 ഇട്ട് കൊടുക്കാം. നോക്കിയേ, 3/8 ഇൻറ്റു 3/8 ഇൻറ്റു എന്നാണ് ഇത്. അപ്പോൾ 8ൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ 8 ഇട്ട് കൊടുക്കാം. പിന്നെ എന്തുണ്ട്, +1 ഉണ്ട്. ഇവിടെ 8ഉം 8ഉം കട്ടായിപ്പോയി. ബാക്കി ഇവിടെ എന്താ ഉള്ളത്, 3 + 1 അല്ലേ. അതെന്ത് കിട്ടി, 4 കിട്ടി. കണ്ടോ. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, 16 ഇട്ട് നോക്കാം. അപ്പോൾ 8ൻ്റെ സ്ഥാനത്ത് 16. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം, if n = 8 എന്ന് എഴുതാം. ഇവിടെയോ if n = 16 ആക്കാം. അപ്പോൾ 3/8 ഇൻറ്റു 16 + 1 അല്ലേ. അപ്പോൾ ഇത് എത്രയിൽ പോയി, 2 ടൈംസ് പോയിട്ടുണ്ട്. അപ്പോൾ 3 2s are 6 + 1 എത്ര കിട്ടി, 7 കിട്ടി. ക്ലിയർ ആയോ. ഇനി നമുക്ക് അടുത്തെടുത്ത് നോക്കാം അല്ലേ. എന്നിൻ്റെ വാല്യൂ എന്തെടുക്കാം, 24 ഇട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 3/8 ഇൻറ്റു 24 + 1. അപ്പോൾ ഇതിൽ പോയി എത്ര ടൈംസാണ് പോയത്, 3 ടൈംസ്. 3 3s are 9 + 1 10 കിട്ടിയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ നമ്മൾക്ക് കിട്ടിയത് എന്തൊക്കെയാണ്, ഒന്നെടുത്ത് എഴുതി നോക്കാം അല്ലേ. 4 7 10 ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താ, ഓൾ നമ്പേഴ്സിൽ വരുന്ന നമ്പേഴ്സ് അല്ലേ. ഇതെവിടെ ഇപ്പോൾ ഓൾ നമ്പേഴ്സിൽ വരുന്ന 0 1 2 3 4 5 6 7 8 9 അങ്ങനെ പോകും. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത് എന്താണ്, 4 7 10 എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഈ ഓൾ നമ്പേഴ്സിൽ വരുന്നതിലുള്ള എല്ലാ നമ്പേഴ്സും നമുക്കിവിടെ കിട്ടിയിട്ടില്ലേ, 4 7 10 ഒക്കെ. ഇനി നമ്മളോട് പറഞ്ഞെങ്കിൽ എന്താണ്, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അതാ നോക്കിയേ, കണ്ടോ. ഡു ദേ ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമ്മൾ കണ്ടെത്തി. ഇനി ഇതിന് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ കണ്ടെത്തുക. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തും, ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് റെഡ്യൂസ് ചെയ്യുക. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, സോ 7 - 4 = 1 3. ഇനിയോ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, സോ 10 - 7 = 3. കണ്ടോ. അപ്പോൾ എല്ലായിടും 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ എന്താണ്, CD = 3 ആണ്. സോ ഇറ്റ് ഫോംസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ക്ലിയർ ആയല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക. പിന്നെ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നന്നായിട്ട് എൻ്റെ ബേസിക് മുതൽ കാണുക, പഠിക്കുക. താങ്ക് യു സോ മച്ച്. Hi children, ഇനി 6th question ആണ് കേട്ടോ. Prove that arithmetic sequence 5 8 11 contains no perfect squares. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 5 8 11 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയർസ് ഉണ്ടാവരുത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്ത് കാണിക്കണം അല്ലേ, തെളിയിച്ച് കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ അറിയാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, പെർഫെക്റ്റ് സ്ക്വയർസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ 4. ഈ 4 എങ്ങനെയാണ്, 2 × 2 = 2 ആണ് നമുക്ക് 4 കിട്ടുക അല്ലേ. പിന്നെ നമുക്കിപ്പോൾ അതെ 3 × 3 ചെയ്താൽ എത്ര കിട്ടും, 9 കിട്ടും അല്ലേ. അതുകൊണ്ട് ഒന്നുകൂടെ എഴുതി കാണിച്ചു കേട്ടോ പെർഫെക്റ്റ് സ്ക്വയർസിൻ്റെ. ഓക്കെ, ഒന്നുകൂടെ പറയാണ്. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ 2 × 2 = 4 ആണ്. 3 × 3 = 9. Then 4 × 4 = 16. 5 × 5 = 25. സോ ഇതുപോലെ കിട്ടുന്നതിന് നമ്മൾക്ക് എന്ത് പറയാം, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം അല്ലേ.
അപ്പോൾ അത് ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഈ പെർഫെക്റ്റ് സ്ക്വയർസ് ഒന്നും തന്നെ എന്തിൽ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ അല്ലേ. ഏത് ക്വസ്റ്റ്യനിൽ? ഇതിൽ പ്രൂവ് ദാറ്റ് അരിത്തമെറ്റിക് സീക്വൻസ്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയർസേ പാടില്ല എന്ന് നമ്മൾ തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് എടുത്തൊന്ന് എഴുതി വെച്ചേക്കാം. 4, 9, 16, 25 കണ്ടോ, ഇതിൻ്റെ ഒരു AP ആണത്. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും നമ്മളുടെ ഇതിലേക്ക് വരാൻ പാടില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സീക്വൻസ് എന്താണെന്ന് നോക്കാം കേട്ടോ. അതെന്താണ്? 5, പിന്നെന്താ 8, പിന്നെ 11. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സീക്വൻസ്. ഇതാണ്, ഇത് നമ്മൾ കണ്ടെടുത്തത് കേട്ടോ. അതോടെ ഇരുന്നോട്ടെ, അതിനിപ്പോൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്താണെന്ന് മാത്രം ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പം നമ്മൾക്ക് ഇതിൽ തന്നെ നമ്മുടെ എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ്റെ ഫോർമുല xn = an+b ആണല്ലോ നമ്മുടെ ഫോർമുല. അത് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മളിപ്പോൾ കുറേ കണക്കുകൾ ചെയ്തത് നല്ലപോലെ അതൊക്കെ വശമാക്കിയിട്ടുണ്ട്. നോക്കിയേ, ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എടുത്തെഴുതണം? A അറിയില്ല, B അറിയില്ല, അപ്പം നമുക്ക് A ഒക്കെ എടുത്തെഴുതണം അല്ലേ. A എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണത്? ഡിഫറൻസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ A കണ്ടെത്താനായിട്ട് A എന്ന് പറയുന്നത് എന്താണത്? ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ A എടുത്തെഴുതാം. A എന്ന് പറഞ്ഞാലും ഡിഫറൻസ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ ഈ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? = 8 - 5. എന്താ നമുക്ക് കിട്ടുക? 8 - 5 ചെയ്താൽ 3 അല്ലേ കിട്ടുക. അപ്പം നമുക്ക് ഇത് കിട്ടിയല്ലോ. A എന്ന് പറയുന്നതിൻ്റെ ആൻസർ കിട്ടി. എന്താണ്? 3. അപ്പം നമുക്കിവിടെ എഴുതാം അല്ലേ, 3n എന്ന് എഴുതാം. ഇനി ആരെയും കണ്ടെത്തേണ്ടേ? B കാണണം. B കാണാനുള്ള ഫോർമുല എന്താണ്? F - D. ഫസ്റ്റ് ടേം മൈനസ് ഡിഫറൻസ്. സോ ഫസ്റ്റ് ടേം ഈ 5-നെയാണ് നമ്മൾ എന്ത് പറയുക? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 5 എഴുതാം. ഓക്കെ. ഇനി ഡിഫറൻസ് നമ്മൾ കണ്ടെത്തി. സോ നമുക്ക് എന്താ കിട്ടുക? 2ഉം കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബിയുടെ സ്ഥാനത്ത് 2 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ ഫോം ചെയ്ത് നോക്കണ്ടോ. ഇതാണ് നമ്മുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ഇതിൻ്റെ മീനിങ് ഒന്ന് നോക്കുക കണ്ടോ. 3n എന്നാണ്. ഈ 3n എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. ഇത് n മാറി മാറി വരും. 3ൻ്റെ മൾട്ടിപ്പിൾസ് 3 × n മീൻസ് 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ വരേണ്ടത്? 3n+2. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 ആഡ് ചെയ്തോണമെന്നാണ് ഇതിൻ്റെ മീനിങ്. മനസ്സിലായല്ലോ? 3 × n. സോ ഇതിൻ്റെ മീനിങ് എന്താണ്? 3ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്യണം. ഇതുപോലെ നമ്മൾ ചെയ്തത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്ത് പറയാം? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് ഇതിലത്. എന്നാൽ ഈ ഒരു ആൻസർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പറയാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി സീക്വൻസ് എന്ന് പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇപ്പം നമുക്ക് കിട്ടിയതാണ് ഈ 3n+2 എന്നാണ്. 3n+2 ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. 3ക്ക് ഒരു 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ +2 കൂടി കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 × 1 3 വരും. +2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ 5 കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി അപ്പോൾ ഇതിനാണ് ഈ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നതാണ് കേട്ടോ കാണിച്ചത്. ഇനിയോ 3ൻ്റെ കൂടെ എന്ത് കൊടുക്കാം? 2 കൊടുത്താലോ ഇതിൻ്റെ കൂടെ +2 കൊടുക്കുക. അപ്പോൾ 3 × 2 എത്രയാ? 6 + 2 എന്ത് കിട്ടി? നമുക്കിവിടെ 8 കിട്ടി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്നതിനാണ് എന്താണ് 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ. പക്ഷേ നമുക്കിപ്പോൾ വേണ്ടത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ ഇല്ലയോ എന്നാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ സ്ക്വയറാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എന്തെടുക്കാം? നമുക്ക് ഇതിൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കാം. ഇത് ഞാൻ എന്തിനാ പറഞ്ഞത്? ഈ 3 × n ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്ന് പറഞ്ഞതാണ്. നമുക്കിപ്പോൾ വേണ്ടത് ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ ആണല്ലോ. നോക്കിയേ 3 അതായത് 3n+2 the whole square. ഇത് എന്തിൻ്റെ ഫോർമുല? അതിന് തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഏത് ഐഡൻറ്റിറ്റിയാണ് വരിക? നിങ്ങളുടെ 9th പഠിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. എന്താണ്? a + b the whole square അല്ലേ. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. a² + 2ab + b² എന്നാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. സോ അതുപോലെ നമുക്ക് ഇതിനെയും എക്സ്പാൻഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടുത്തെ a എന്ന് പറയുന്നത് 3n ആണ്. ഇതാണ് b. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ കൊടുക്കുക? നമ്മൾ 3n². ക്ലിയർ ആയോ? ഇനി എന്താണ്? പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ 2 × a × b. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക? 2 × 3n ആണ്. a × b എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഇനി പ്ലസ് b². സോ +b².
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടി? 3 3s are 9, n into n, n square, പ്ലസ് 2 3s are 6, 6 2s are 12n. ഓക്കെ, സോറി, ഇവിടെ ബി എന്നാട്ടോ കേട്ടോ, ഇവിടെ 2 സ്ക്വയർ ആണ് കേട്ടോ. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് 2 സ്ക്വയർ, ബി ഇതല്ലേ, അപ്പോൾ അവിടെ 2 സ്ക്വയർ അങ്ങനെ ഇട്ട് വയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി അവിടെ? 2 2s are 4 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ എന്താണ്, ഇതെല്ലാം 3ൻ്റെ മൾട്ടിപ്പിൾസ് ആവണം എന്ന് പറഞ്ഞ് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതെന്താണ്, കംപ്ലീറ്റ് ആയിട്ടാണ് പോകുകയും വേണം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടേമിനെയൊക്കെ നമുക്ക് ഫുള്ളായിട്ട് 3 കൊണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 4 കിടക്കുന്നത്. ഈ 4നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കാം. അപ്പം പിന്നെ അത് മാറൂലേ? നോക്കിയേ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 9n സ്ക്വയർ പ്ലസ് 12n. ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കൂ. 3 + 1 ആയിട്ട് എടുക്കാം. ഈ 4നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു കണ്ടോ, 3 + 1 ആക്കി നമ്മളിവിടെ എടുത്തു. ഇനി നോക്കിയേ, ഇത് 3 നമുക്ക് എന്തിൽ പോകാൻ പറ്റും? ഈ 3ൽ. കണ്ടോ, 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ 3ൽ കട്ട് ചെയ്ത് കളയാൻ പാടില്ലേ? നോക്കിയേ, ഇതിനെ ഇപ്പോൾ ഈ 9n സ്ക്വയറിനെ 3 കൊണ്ട് കട്ട് ചെയ്താൽ ഇത് എത്ര ടൈംസ് പോയി? 3 ടൈംസ് പോയി അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? 3n സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി പ്ലസ് ഈ 12നെ 3 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഇവിടെ n ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 4 ആണ്. അപ്പോൾ പ്ലസ് 4n നമുക്കവിടെ എഴുതിക്കൂടെ? ഇനി നോക്കിയേ, ഈ 3നെ പ്ലസ് 3നെയും ഇതിനെയും കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എന്താ കിട്ടിയത്? +1 കിട്ടി. ഇപ്പം നമുക്ക് കിട്ടിയത് ഇതാണ്. 3 കൊണ്ട് ഇതിനെ എല്ലാത്തിനെയും കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഈ 3n എന്ന് പറയുന്നതാണ് ആക്ച്വലി ഇത് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇവിടെ ബാക്കി ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, +1, അതിനെ കളയാവോ? പാടില്ല അല്ലേ. സോ ആ +1നെ നമുക്കിവിടെ എടുത്ത് എഴുതാം. കണ്ടോ, അപ്പോൾ ഇത് ഇത്രയും വരുന്നത് എന്തിന് റിലേറ്റഡ് ആയിട്ടാണ്? ഈ 3nനെ റിലേറ്റഡ് ആയിട്ടാണ്. പക്ഷേ ഇവിടെ കിടക്കുന്ന എന്താണ്? 3n + 2 ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ എന്താ കിട്ടിയത്? കണ്ടോ, 3n + 1 ആണ്. സോ ഇത് എന്തല്ല, നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർസ് ഒന്നും തന്നെ ഇതിൽ ബിലോങ് ചെയ്യില്ല എന്ന് നമ്മൾ കണ്ടെത്തി. ക്ലിയർ ആയില്ലേ? ഇപ്പം നമ്മളിത് ചെയ്തെങ്കിൽ ഇവിടെയും കൂടെ 2 ആയിരുന്നു വന്നിരുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ഇൻക്ലൂഡ് ആയത്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? 1 ആണ്. അപ്പം നമ്മൾ പ്രൂവ് ചെയ്തു. എന്താണ്? അപ്പോൾ ലാസ്റ്റ് എഴുതാം ഹെൻസ് പ്രൂവ്ഡ് എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ ആണല്ലോ.